47-ാം വയസ്സിൽ യുവത്വം നിലനിർത്താൻ കോടികൾ ചെലവിടുന്ന അമേരിക്കൻ ശതകോടീശ്വരനായ ബ്രയാൻ ജോൺസന്റെ കഥ കേൾക്കാത്തവരുണ്ടാവില്ല. ഒരു വർഷം 16 കോടി രൂപയാണ് ബ്രയാൻ തന്റെ സൗന്ദര്യ സംരക്ഷണത്തിനായി ചെലവിടുന്നത്. ഇത്രയും തുക ചെലവാക്കിയത് കൊണ്ട് മാത്രം തന്റെ പ്രായത്തെ പിടിച്ചു നിർത്താൻ ഇദ്ദേഹത്തിന് കഴിയില്ല. കടുത്ത ഭക്ഷണക്രമവും ജീവിതചര്യയുമാണ് ബ്രയാൻ പാലിക്കുന്നത്. തന്റെ പ്രായം പിടിച്ചു നിർത്താൻ വർഷവും 16 കോടി രൂപ ചെലവാക്കാൻ തുടങ്ങിയതോടെ മരണത്തെ പറ്റിക്കുന്നവൻ എന്ന പേരിലാണ് ബ്രയാൻ അറിയപ്പെടുന്നത്. ഇത്തരത്തിലൂടെയുള്ള പരീക്ഷണങ്ങളിലൂടെ 5 വയസ്സോളം തനിക്ക് കുറഞ്ഞെന്ന് കഴിഞ്ഞ വർഷം ബ്രയാൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലടക്കം ലോകമെമ്പാടും വലിയ ആരാധകരും ബ്രയാനുണ്ട്. എന്നാൽ ഇത്രയും കോടികൾ മുടക്കിയിട്ടും അവസാനം നടത്തിയ ഒരു പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്രയാൻ. മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നെടുത്ത കൊഴുപ്പ് കുത്തിവെക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മുഖം വീർത്തു വരികയും ചുവപ്പ് നിറമാവുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ ബ്രയാൻ ജോൺസൺ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് ഒരുപാട് കൊഴുപ്പ് നഷ്ടപ്പെട്ട് താൻ വല്ലാതെ മെലിഞ്ഞു. പ്രത്യേകിച്ച് മുഖത്തെ കൊഴുപ്പാണ് നഷ്ടപ്പെട്ടത്. താൻ മരണത്തിന്റെ വക്കിലാണെന്ന് വരെ ആളുകൾ കരുതി. ഇങ്ങനെയാണ് ബ്രയാൻ ജോൺസൺ പറയുന്നത്. തുടർന്നാണ് പ്രോജക്ട് ബേബി ഫേസ് എന്ന പേരിലുള്ള പരീക്ഷണത്തിന് ബ്രയാൻ മുതിർന്നത്. ഇഞ്ചക്ഷൻ എടുത്ത് 30 മിനിറ്റിന് ശേഷം തന്റെ മുഖം വീർത്തു വന്നെന്നും കണ്ണുകൾ ചുരുങ്ങിപ്പോയെന്നും ബ്രയാൻ പറയുന്നു. അതിഗുരുതരമായ അലർജിയാണ് തനിക്ക് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖത്ത് നടത്തിയ പരീക്ഷണം പാളിയെങ്കിലും 7 ദിവസത്തിന് ശേഷം മുഖം പഴയ അവസ്ഥയിലെത്തിയെന്നും അദ്ദേഹം തന്നെ പറയുന്നു. ഇപ്പോൾ പുതിയ പരീക്ഷണത്തിനായുള്ള പദ്ധതികളുമായി തന്റെ ടീം മുന്നോട്ട് പോകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവത്വം നിലനിർത്താൻ താൻ പിന്തുടരുന്ന ഡയറ്റിനെ കുറിച്ചുള്ള വിവരവും ബ്രയാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. പകൽ സമയം 11 മണിക്കാണ് ബ്രയാൻ അത്താഴം കഴിക്കുന്നത്. അതായത് പലരും പ്രാതല് കഴിക്കുന്ന ഈ സമയത്താണ് ബ്രയാൻ തന്റെ ആ ദിവസത്തെ അവസാനത്തെ ഭക്ഷണം കഴിക്കുന്നത്. ട്വിറ്ററിൽ ഒരാൾ ചോദിച്ച സംശയത്തിന് മറുപടിയായാണ് ബ്രയാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കൗമാരക്കാരനായ തന്റെ മകനിൽ നിന്ന് രക്തം കൈമാറ്റം ചെയ്ത ബ്രയാൻ 100-ലധികം സപ്ലിമെന്റുകളാണ് ദിവസവും എടുക്കുന്നത്. മാത്രമല്ല ദിവസവും തന്റെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രയാന്റെ യൗവനത്തിലേക്കുള്ള ഈ പ്രക്രിയയിൽ പിന്തുണയ്ക്കാനായി മാത്രം 30ഓളം ഡോക്ടർമാരുടെ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഗ്രീൻ സ്മൂത്തി കുടിച്ചുകൊണ്ടാണ് ബ്രയാന്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ തുടക്കം. ശേഷം പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡും നട്ട്സ് കൊണ്ടുള്ള പുഡിങ്ങും കഴിക്കും. മൂന്നാമത്തെ ഭക്ഷണമായി കഴിക്കുന്നതാകട്ടെ സ്റ്റഫ് ചെയ്ത മധുരക്കിഴങ്ങോ ഓറഞ്ചോ ഫെനൽ സാലഡോ ആവും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പ്രോജക്ട് ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്ന പദ്ധതിയിലൂടെ പ്രായം കുറയ്ക്കൽ പ്രക്രിയ തുടങ്ങിയ വിവരം ബ്രയാൻ പങ്കുവച്ചത്. ചികിത്സ തുടങ്ങി വെച്ച തനിക്ക് ഇപ്പോൾ 18-കാരന്റെ ശാരീരിക പ്രാകൃതവും 37-കാരന്റെ ഹൃദയവും 28-കാരന്റെ ചർമ്മവുമാണുള്ളതെന്നും ബ്രയാൻ പറഞ്ഞിരുന്നു. ബ്രെയിൻ ട്രീ എന്നു പേരിട്ടിരിക്കുന്ന ആപ്പിലൂടെ പ്രശസ്തനായ ബ്രയാൻ ജോൺസൺ പിന്നീട് അത് $800 മില്യൺ വിൽക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കേണൽ എന്ന ബയോടെക് കമ്പനിയുടെ CEO ആയ ബ്രയാൻ പ്രായം കുറയ്ക്കാനായി പ്ലാസ്മ സ്വാപ്പിംഗ് എന്ന രക്തകൈമാറ്റ ചികിത്സ നടത്തുന്നത് വാർത്തകളിൽ തന്നെ ഇടം നേടുകയും ഒപ്പം തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു.